ശാർക്കര മണ്ഡലത്തിലെ ആഴ്ത്തറമൂട് 4-ാം വാർഡ് കുടുംബസംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടന്നു. ആഴ്ത്തറമൂട് NSS കരയോഗ ഹാളിൽ മുൻ MLA ടി ശരത്ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ 3 മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചത്. ഒന്ന് ജയ് ബാബു എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി, ജയ് ഭീം ഡോക്ടർ BR അംബേദ്കർ, അതാണ് ജയ് ഭീം. ഭരണഘടനയുടെ പേര് ജയ് സംവിധാൻ. ഹിന്ദിയിൽ നമ്മുടെ ഭരണഘടനയെ സംവിധാൻ എന്നാണ് പറയുന്നത്. നമ്മളെന്താ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ സംവിധാൻ എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനം. നമുക്കെന്താ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ നമുക്കൊരു സംവിധാനം വേണം, അല്ലേ? ഇപ്പൊ ചോറ് വെക്കുകയാണെങ്കിൽ നമുക്ക് പാത്രം വേണം, വെള്ളം വേണം, എന്താണ് കുക്കർ വേണം, അരി വേണം, ഇതെല്ലാം വേണം. അപ്പൊ ഒരു സംവിധാനം, അതിനൊരു നിയമാവലി പോലെ നമുക്ക് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാം, അല്ലേ? നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകണം, പള്ളിയിൽ പോകണം. അപ്പൊ അതിനൊരു രീതിയുണ്ട്. അതൊരു അപ്രഖ്യാപിതമായ ഒരു വിശ്വാസത്തിന്റെ രീതി, അതിനൊരു സംവിധാനം എന്ന് നമ്മൾ പറയും. ഈ യോഗം നടത്താൻ കുടുംബസംഗമം നടത്താൻ ആലോചിച്ചപ്പോൾ ഇവർ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കാം, അല്ലേ? ഒരു നിയമപരമായ അല്ലെങ്കിൽ പോലും ഒരു പാർട്ടി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. വിട്ടുപോയ 2 മഹാന്മാരുടെ അവിടെ വിളക്ക് വയ്ക്കുന്നു, ഇവിടെ കസേരയിടുന്നു, ഷോളിടുന്നു, പ്രസംഗിക്കുന്നു. അപ്പോൾ ഒരു സംവിധാനം. അപ്പൊ നമ്മുടെ ഭരണഘടനയെ ഹിന്ദിയിൽ സംവിധാനം എന്നാണ് പറയുന്നത്. ആ ഭരണഘടന ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ നമുക്ക് മാസങ്ങളോളം വർഷങ്ങളോളം ചർച്ച ചെയ്ത് നമുക്കൊരു ഭരണഘടന നൽകി. ആ ഭരണഘടന നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ ഒന്ന് പ്രസംഗിക്കുന്നത്. വാർഡ് പ്രസിഡന്റ് അശോക് കുമാർ അധ്യക്ഷനായി. ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി MS രാജേഷ് കുമാർ, കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ VK രാജു, P രാജശേഖരൻ, K സജിത് കുമാർ, ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പുതുക്കരി പ്രസന്നൻ, സാബു ഗോപിനാഥ്, കടക്കാവൂർ അശോകൻ, മോനി ശർക്കര, അരുൺ വലിയവിള, ബേബി മൻമോനാർ, P സുജിത് മോഹൻ, മനോജ്, B അനിൽകുമാർ, ഐക്കര ഗോപൻ, മണികണ്ഠൻ കിഴക്കേ പാലവിള, സുരേന്ദ്രൻ ആഴ്ത്തറമുട് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മാധ്യമപ്രവർത്തകരായ സതീഷ് കണ്ണങ്ങര, രാജേഷ് രാജേന്ദ്രൻ, ബിനീഷ് തുടങ്ങിയവരെയും ആദരിച്ചു. HP ന്യൂസ് 24/7. ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ്. അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ. ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത്. കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു. നമ്മുടെ 2 കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ്. പ്രായമേറുന്തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ഒപ്പം ഞങ്ങളെയും. പക്ഷേ മോളുടെ വിവാഹത്തിന്റെ ആദ്യലെത്തോ നിനക്കാണ്. നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു. അച്ഛാ, എങ്ങനെയുണ്ട്? വാത്സല്യത്തിന്റെ മാധുര്യം, അകലങ്ങളിലെ അടുപ്പം. പൂജ ഗ്രൂപ്പ്, കൊല്ലം, ആറ്റിങ്ങൽ.